ഗസയിലേക്ക് ഭക്ഷണവുമായി വരുന്ന 50 കപ്പലുകളുടെയും ബോട്ടുകളുടെയും കോൺവോയ് തടയാൻ ഇസ്രയേൽ സേന രംഗത്തിറങ്ങിയിരിക്കുന്ന സമയമാണിപ്പോൾ. അവിടെ സംഘർഷവും പ്രതിസന്ധിയും മൂർച്ഛിക്കുന്നതായി റിപ്പോർട്ട് വരുന്നു. ഗസ വെടിനിർത്തലുള്ള അമേരിക്കൻ സമാധാന പദ്ധതി ചർച്ചയിലിരിക്കുമ്പോഴാണ് ഇസ്രയേൽ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും അതോടൊപ്പം വരുന്നത്. ഈ ഗസയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സാഹചര്യം നമ്മളുമായി പങ്കുവയ്ക്കാൻ PP ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗൈൻ PP ജെയിംസ്. നമ്മൾ ലോകിയൊക്കെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഗസയിലെ അലോക്യത്തിലേക്ക് പോകുന്നു. അവിടെ എന്താ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗ്രീസ് വഴിയും ടുണീഷ്യ വഴിയുമായിട്ട് ഒരു 50ഓളം കപ്പലുകളും ബോട്ടുകളും, അത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് 500-ലേറെ ആൾക്കാരാണ് വരുന്നത്. അതിൽ ഗ്രറ്റ തുൻബർഗ് ഉണ്ട്, ലോകപ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തക, 20-ലേറെ പാർലമെന്റ് അംഗങ്ങളുണ്ട്. ഏതാണ്ട് 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകരൊക്കെയാണ് വരുന്നത്. ഏതാണ്ട് 20 പാർലമെന്റ് അംഗങ്ങളോടൊപ്പം തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള നടന്മാർ, നടിമാർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ലോകപ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിലുണ്ട്. പക്ഷേ ഇസ്രായേൽ വാണിംഗ് കൊടുത്തിരുന്നു, ഈ വരുന്നവരെ ഞങ്ങൾ ടെററിസ്റ്റുകളായിട്ട് കാണും, ഭീകരരായിട്ട് കാണും. ഇപ്പം അതിൻ്റെ ഏറ്റവും റിസ്കി സോണിലേക്ക് കടന്ന് ഇരിക്കുകയാണ്. ഗസയുടെ അടുത്ത് എത്താറായിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ചുറ്റും വലയം വയ്ക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇവരെ വളഞ്ഞു വെച്ച് പിടിച്ചുകൊണ്ടുപോവുകയോ ആക്രമിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്തായാലും സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും യുദ്ധക്കപ്പലുകൾ ഇവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരോടൊപ്പമുണ്ട്. ഇറ്റലി ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലാനി ട്രംപുമായിട്ട് ഇസ്രായേലുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇറ്റലി പറയുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകണ്ട, ഇപ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക, വലിയ സംഘർഷമാണ്. പക്ഷേ ഇറ്റലിയുടെ അഭ്യർത്ഥനയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ 50 ബോട്ടുകളും കപ്പലുകളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്കെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ തവണ ഇസ്രായേൽ വന്നവരെയൊക്കെ പിടികൂടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി നാട് കടത്തുകയായിരുന്നു. ഇപ്പോൾ ഇത്തവണ എന്ത് സംഭവിക്കുന്ന അറിയില്ല. പലതവണ ഈ ബോട്ടുകൾക്കും കപ്പലുകൾക്കും മേലെ ഡ്രോൺ അയച്ചിരുന്നു. ഒരു 5-8 ബോട്ടുകൾക്ക് വലിയ കാര്യമായിട്ടുള്ള കേടുപാടുകൾ പറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ ഇടയിലാണ് SKN ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം അതിശക്തമായിട്ട് തുടരുകയാണെന്ന് മാത്രമല്ല 60ഓളം പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു, 66,000-ലേറെ മരണസംഖ്യ എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ഈ ട്രംപ് അവതരിപ്പിച്ച അമേരിക്കയുടെ ഈ വെടിനിർത്തൽ സമാധാന പദ്ധതി അത് വലിയ ചർച്ചയിലാണ്. അറബ് രാജ്യങ്ങൾ പ്രമുഖരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു, അമേരിക്ക വെച്ചതാണ്, ഇസ്രായേൽ അംഗീകരിച്ചു. ഇപ്പം ഹമാസിൻ്റെ കയ്യിലാണ് പന്ത്. ഹമാസ് ഇത് തള്ളുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. കാരണം ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് ഗസ വിട്ടു പോകണം, അതുപോലെ തന്നെ അവർ നിരായുധീകരിക്കപ്പെടണം. അതിന് ഹമാസ് തയ്യാറല്ല. പക്ഷേ ഹമാസ് പോകട്ടെ എന്നാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്നത്. കാരണം ഹമാസ്, ഹെസ്ബുള്ള, ഹൂതികളെ ഇറാന്റെ പിന്തുണയുള്ള സംഘടനകളാണ്. അപ്പോൾ സൗദി അറേബ്യ, UAE, പാകിസ്ഥാൻ, തുർക്കി, ജോർദൻ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ കൂടുതലുള്ള രാജ്യങ്ങളൊക്കെ ഈ സമാധാന പദ്ധതി അംഗീകരിക്കുന്നു. ഹമാസ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ പിന്തുണ കൂടിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹമാസ് 2-1 തീരുമാനിക്കേണ്ടി വരും. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാൻ പറ്റും SKN. അതിനിടയിൽ ട്രംപ് ഇത്രയൊക്കെ വീരവാദങ്ങൾ മുഴക്കുമ്പോൾ തന്നെ ട്രംപിന്റെ ട്രഷറി പൂട്ടിയിരിക്കുകയാണ്. അവിടെ ഈ മണിക്കൂറുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലാത്ത അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപെയ്ഡ് ലീവിലാണ്, ശമ്പളം കിട്ടാത്ത ലീവിലേക്ക് പോയിരിക്കുന്നു. അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ട്രംപ് ഇപ്പോൾ സമാധാന പദ്ധതിയുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് SKN. എന്ന് മാത്രമല്ല അമേരിക്കയിലെ ഈ പ്രധാനപ്പെട്ട പാർട്ടികൾ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കനും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വോട്ടിംഗ് നടത്തി ഫണ്ട് പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് 7 വർഷത്തിന് ശേഷം 2018 ശേഷം ഇതാദ്യമായി അമേരിക്ക മൊത്തം ഷട്ട് ഡൗൺ ആവുന്നു. ഭരണഘടനാ പ്രതിസന്ധി പോലെ അവിടുത്തെ സാമ്പത്തിക ഒന്നുമില്ല, അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.